കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് $4,532 പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ $4,332 പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ട് ഈ ആഴ്ചയിലും ലഭ്യമല്ല. വരും ആഴ്ചയിൽ പ്രതീക്ഷിക്കാം. എങ്കിലും ചാനൽ അവലോകനം ഇവിടെ ചേർക്കുന്നു. അതിനു മുൻപ് ഈ ആഴ്ചയിൽ വരാനിരിക്കുന്ന US ഡാറ്റകൾ ഏതൊക്കെയെന്ന് നോക്കാം. തിങ്കളാഴ്ച ISM മാനുഫാക്ചറിംഗ് ഇൻഡെക്സ്, ചൊവ്വാഴ്ച ഫൈനൽ US സർവീസസ് PMI, ബുധനാഴ്ച ADP എംപ്ലോയ്മെന്റ്, ISM സർവീസസ് ഇൻഡെക്സ്, ജോബ് ഓപ്പണിംഗ്സ്, US ഫാക്ടറി ഓർഡേഴ്സ് ആൻഡ് ഫെഡ് ചെയർമാൻ ബോമാൻ സ്പീക്സ്, വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ്, വെള്ളിയാഴ്ച US എംപ്ലോയ്മെന്റ് റിപ്പോർട്ട്സ്, US അൺഎംപ്ലോയ്മെന്റ് റിപ്പോർട്ട് ആൻഡ് കൺസ്യൂമർ സെന്റിമെന്റ് എന്നിവയാണ് വരും ആഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത്. ഇനി വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളിലേക്ക് നീങ്ങുകയാണെങ്കിൽ നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങേയറ്റം സംഘർഷഭരിതമായാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്ന് നമുക്കറിയാം. വെനിസ്വേലയിൽ അമേരിക്ക ആക്രമണം അഴിച്ചുവിടുകയും പ്രസിഡന്റ് മഡൂറോയെയും ഭാര്യയെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് ഇന്നലെ വലിയ വാർത്തയായി. ഈ സൈനിക നീക്കത്തിനിടെ മുൻ ആഭ്യന്തരമന്ത്രിയും വെനിസ്വേലയിലെ ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയുടെ മുൻ ഡയറക്ടറുമായ ഗുസ്താവോ ഗോൺസാലസ് ലോപ്പസ് കൊല്ലപ്പെടുകയും ചെയ്തു. മഡൂറോക്കെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തി US-ൽ വിചാരണ നടത്തണമെന്ന ആവശ്യം ഉയരുകയും ചെയ്യുമ്പോൾ ഈ നിലവിലെ സാഹചര്യങ്ങൾ വിപണിക്ക് അനുകൂലമായിട്ടാണ് നീങ്ങുന്നത്. എന്നാൽ അതോടൊപ്പം മറ്റൊരു വിഷയം കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് US ഗവൺമെന്റ് ഷട്ട്ഡൗൺ സംബന്ധിച്ച കാര്യങ്ങളാണ്. ഒക്ടോബർ 1 മുതൽ നവംബർ 12 വരെ നീണ്ട ഷട്ട്ഡൗൺ സമയത്ത് വിപണിയിൽ ഉണ്ടായ കുതിപ്പ് നമ്മൾ കണ്ടതാണ്. പിന്നീട് US കോൺഗ്രസ് അംഗീകാരം നൽകിയ താൽക്കാലിക ആശ്വാസ ബില്ല് 2026 ജനുവരി 30 വരെ തുടരാൻ ഉതകുന്നതായിരുന്നു. എന്നാൽ ജനുവരി 30 ശേഷം എന്ത് എന്ന ആശങ്ക നിലനിൽക്കുന്നു. ജനുവരി 30 മുൻപ് വീണ്ടും കണ്ടിന്യൂയിങ് റെസൊല്യൂഷൻ ബില്ല് പാസ്സാക്കണം. അത് പരിഹരിക്കപ്പെടുമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഷട്ട്ഡൗൺ സാധ്യത കുറവായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. നിലവിലെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അടുത്തയാഴ്ച സ്വർണ്ണ വിപണി മിതമായ ഉയർച്ചയോടെ നീങ്ങുമെന്നാണ് നിഗമനം. 2026 വിപണി നീക്കങ്ങൾ സംബന്ധിച്ച ഒരു സ്പെഷ്യൽ വീഡിയോ ഇന്ന് രാത്രി സമയമുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ തങ്കവില ഗ്രാമിന് 13,680 രൂപയിലാണ് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അവസാനം കേരളത്തിൽ സ്വർണ്ണവില പവന് 1,03,560 രൂപയായിരുന്നു. എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം. ഇന്ന് വിലമാറ്റം ഇല്ല. ഇന്ന് 4/1/2026 പവന് 99,600, ഗ്രാമിന് 12,450. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.